ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അപ്പം ചേട്ടൻ വന്നൂല്ലോ, പിന്നെ ഇപ്പോൾ നമുക്ക് ഷോപ്പിംഗ് ആയിരിക്കും കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഉണ്ണിയുടെ മാമോദിസയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ജനുവരി 20 ഉണ്ണിയുടെ മാമോദിസ. അതുകൊണ്ട് അതിനായിട്ട് കുറച്ച് സംഭവങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കീച്ചേരിക്കാണ് പോണത് കേട്ടോ. അധികം ദൂരത്തേക്ക് പോകുന്നില്ല, കാരണം ഉണ്ണി എപ്പോൾ വേണമെങ്കിലും കരയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കീച്ചേരി പോവുകയാണെങ്കിൽ നമ്മൾ 10-15 മിനിറ്റോട് കൂടിയിട്ട് നമുക്ക് വീട്ടിലെത്താം. അതുകൊണ്ട് നമ്മൾ അധികം ദൂരത്തേക്ക് പോകുന്നില്ല. പിന്നെ നമുക്ക് അങ്ങനെ വലിയ അതായിട്ടുള്ള സാധനങ്ങളല്ല മേടിക്കാനുള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ ചേട്ടൻ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ പോണത്. പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ 17-ാം തീയതി കേട്ടോ നമ്മൾ പോണത്. ചേട്ടൻ 15-ാം തീയതിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേച്ചേരിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം മ്യൂസിന് എടുത്തിട്ടുണ്ട്, കാരണം അവളേനെ വീട്ടിൽ ഒറ്റയ്ക്കായിട്ട് നിർത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കുറച്ച് പാടുപെടും. അതുകൊണ്ട് അവളേനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേട്ടൻ ഉള്ളത് കൊണ്ട് മ്യൂസിനെ ചേട്ടൻ നോക്കിക്കോളും എന്നുള്ള ധൈര്യത്തോട് കൂടിയിട്ടാണ് ഞാൻ അവളെ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മ്യൂസിനെ ചേട്ടൻ എടുത്തിട്ടാണ് പോണത്, കാരണം കേച്ചേരി നല്ല റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഞാൻ എടുത്തു കൊണ്ടുപോകാം. പറയാൻ പറ്റില്ല, അവൾ കൈ വിട്ട് കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ ഓടിപ്പോവും. അതുകൊണ്ടാണ് ചേട്ടൻ എടുത്തിട്ട് നടക്കണത് കേട്ടോ. അപ്പോൾ കേച്ചേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഇത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ഷോപ്പിലേക്ക് പോകണത്. കുഴപ്പമില്ല, അത്യാവശ്യം എന്താ പറയുക, ചുരിദാറുകളായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളായാലും അത് ഗേൾസിൻ്റെ അല്ലെങ്കിൽ ഫുൾ ഗേൾസിൻ്റെ മാത്രം ഡ്രസ്സ് അവിടെ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ബോയ്സിൻ്റെ ഇല്ല. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ആണെങ്കിലും അവിടെ ബോയ്സിൻ്റെ ഇല്ല, ഫുൾ ഗേൾസിൻ്റെയാണ് അവിടെ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ ചെക്കനെ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഗേൾസ് ഓൺലി ആണ് ഇവിടെ, മറ്റേ ചെക്കന്മാർക്കുള്ള ഡ്രസ്സൊന്നും ഇവിടെ ഇല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ കുഴപ്പമില്ല. അങ്ങനെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ സ്കേർട്ടാണ് കേട്ടോ. കാരണം ഞാൻ മാമോദീസയ്ക്ക് സാരിയാണ് എടുക്കുന്നത്. ഇതുവരെയും ജനുവരി 20-ാം തീയതിയാണ് മാമോദീസ. ജനുവരി 17-ാം തീയതിയാണ് ഞാൻ ഈ ഷോപ്പിങ്ങിന് പോണത്. ഇതുവരെ എനിക്ക് അണ്ടർ സ്കേർട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുക്കാനാണ് ആദ്യം പോണത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എനിക്ക് കിട്ടിയത്. 2-3 ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മ്യൂസിന് ഒരു ഉടുപ്പ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. നെറ്റ് ടൈപ്പ് മതി. വലിപ്പുണ്ടാവും അത്. നോക്കട്ടെ ഞാൻ ഏതൊടുപ്പ് വേണ്ട, ഏതൊടുപ്പാണ് ഇതാണോ? ഇത് തന്നു കഴിഞ്ഞാല് ഇത് ഇവിടെ തരണം. അപ്പൊ ഇത് തരും. കൊടുക്കും മീസ് ഉടുപ്പ് കൊടുക്കോ? ഉടുപ്പ് ഇവിടെ വെക്കണം. ഉടുപ്പ് പറ്റുമോ? ഇഷ്ടായ കളർ ഇഷ്ടായ നിങ്ങൾ മിണ്ടി തുടങ്ങിയിട്ടില്ലാന്നറിയേ. ഞങ്ങൾ മിണ്ടി തുടങ്ങിയിട്ടില്ലാന്നറിയേ. നമുക്ക് ഇട്ടോക്കാം, ഉടുപ്പ് ഇട്ടോക്കാം, ഇട്ട് നോക്കി നോക്ക്, ഭംഗിയുണ്ടോ നോക്കാം. ഇത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് കുഴപ്പമില്ല. ചിരിച്ച മീസ് നീ രാജകുമാരിയാണോ? ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയേ. നടക്ക്, എങ്ങനെ തിരിയ പോണു. ചിരിക്കുള്ള മിണ്ടില്ല, ചിരി മാത്രമല്ലോ. ഇത് വേണോ അത് വേണോ? ഏതുടുപ്പാ വേണ്ടത് നിനക്ക്? അതാ വേണ്ടത്? എന്നാ ഇതെടുക്കാന്നല്ലേ? ഇത് ഇഷ്ടായേ? ഇതാണോ ഇതാണോ? അങ്ങനെ ആ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പം മ്യൂസിന് അതിൽ നിന്ന് 2 ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പോണത് പാർലറിലേക്കാണ്. കാരണം ഞാനൊരു 10-11 മാസമായിട്ടുണ്ട് ത്രെഡ് ചെയ്തിട്ട്.
അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് ത്രെഡ് ചെയ്തിട്ട് ഒരു മെന വരുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. മാമോദിസയ്ക്കല്ലേ വരുന്നത്. പ്രഗ്നൻ്റ് ആയ ഒരു ടൈം തൊട്ട് ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ക്ലീനപ്പും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമുക്ക് മാമോദീസ അധികം വലിയ ആർഭാടമായിട്ടുള്ള മാമോദീസയല്ല, ജസ്റ്റ് കുറച്ച് പേരെന്നെ വിളിച്ചിട്ടുള്ള ഒരു മാമോദീസയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ക്ലീനപ്പ് ചെയ്യാം. അപ്പോൾ കാരണം ഫേഷ്യൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ക്ലീനപ്പിൽ ഒതുക്കിയത് കേട്ടോ. കാരണം അറിയാലോ, ഉണ്ണി ഉള്ളതുകൊണ്ട് നമുക്ക് അമ്മ അവിടെ നിന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ ചെല്ലണം. മീൻസ് അപ്പം എത്തണം, എനിക്ക് വീട്ടിലെത്തണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഡ്രസ്സ് എടുക്കാനാണെങ്കിലും നമ്മൾ ബാക്കിയുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ അവൻ എണീക്കണേക്ക് മുന്നേ നമ്മുടെ ആ ഒരു ടൈമിൽ കഴിയണം. ഭാഗ്യത്തിന് എന്താണാവോ എൻ്റെ കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചില ദിവസങ്ങൾ വാശി ഉണ്ടെങ്കിലും എന്തോ ഞാൻ പുറത്തേക്ക് പോണ ദിവസം ആൾ വലിയ വാശിയൊന്നും പിടിക്കാണ്ട് ആൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അത്രയും ഞാൻ ഫീഡ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങാറ്. അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവനെ എണീക്കാത്തത് കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ ഇതേ എന്താ പറയുക, ക്ലീനപ്പ് കഴിഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞു ത്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, ഒരു 1 month ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചേച്ചി ഓഫറിലാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഫേഷ്യലായിക്കോട്ടെ, പെഡിക്യൂർ ആയിക്കോട്ടെ, ബാക്കി ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഓഫറിലാണ് ആൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്ലീനപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്യുക. പിന്നെ അതൊക്കെ സ്ക്രബ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ചേച്ചി. അത്യാവശ്യം ടൈം എടുത്ത് തന്നെ, അതുപോലെ തന്നെ നന്നായിട്ട് ടൈം എടുത്തിട്ടാണ് ആൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചേച്ചി പറഞ്ഞ എൻ്റെ അടുത്ത് നിൻ്റെ സ്കിന്ന് നല്ല സ്കിന്നാണ്, അധികം സംഭവങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാക്കും അത്യാവശ്യം നേരെ ഇട്ടിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ആൾ എന്താ പറയുക, ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ക്ലീനപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ത്രെഡും ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ത്രെഡും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചേച്ചിയാണ് നമുക്ക് എന്താ പറയുക, ക്ലീനപ്പും സംഭവങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. കീച്ചേരിയിലുള്ള ഒരു ഷോപ്പ് തന്നെയാണ്, ടച്ച് എന്നാണ് തോന്നുന്നു കേട്ടോ ആ ഒരു ഷോപ്പിൻ്റെ നെയിം, എനിക്ക് കറക്റ്റ് അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. വേറെ പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോഴേക്കും ഒരു 2 മണി 2:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു 11 മണിക്ക് ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് 11 മണി 11:30 ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. 2 മണിക്ക് ആയിട്ടുണ്ട് നമ്മൾ തിരിച്ച് പോകുമ്പോൾ കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴേക്കും മ്യൂസിനെ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. മ്യൂസ് കുറച്ച് കഴിയുമ്പോഴേക്കും ഉറങ്ങി കേട്ടോ. കാരണം അവൾ കാലത്ത് എന്തോ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പാലും സംഭവങ്ങളൊന്നും എടുക്കും ചെയ്തില്ല കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ട് അതും എടുക്കും ചെയ്തില്ല. അങ്ങനെ ഞാൻ പോണ വഴിക്ക് കരിമ്പ് കണ്ടു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്കൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് വേണ്ട, നിനക്ക് വേണമെങ്കിൽ നീ കുടിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഷെയർ ഇടാം, അങ്ങനെ കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി കരിമ്പ് ജ്യൂസ് കുടിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ എവിടെയും കണ്ടുണ്ടായിരുന്നില്ല. നമ്മൾ എന്താ പറയുക, ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ എവിടെ നോക്കിയാലും ചിലപ്പോൾ അത് കണ്ടുവെന്ന് വരില്ല. അങ്ങനെ ഒരു കരിമ്പ് ജ്യൂസും കൂടി കുടിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോണത് കേട്ടോ. വീടെത്തിയപ്പോഴേക്കും മ്യൂസ് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ അവിടേക്ക് വണ്ടി ഒതുക്കാനായിട്ട് പോയി. ഞാൻ മ്യൂസിനെ എടുത്തിട്ട് വീട്ടിലേക്ക് കയറി കേട്ടോ. ചെക്കനാണെങ്കിൽ നൈസായിട്ട് ഉറക്കത്തിൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ബൈ.